ബോബിനിൽ നൂൽ ചുറ്റാൻ വേണ്ടിയിട്ടാണ് ഇത് ബോബിൻ വൈൻഡർ നമ്മൾ ഉപയോഗിക്കുന്നത്. തയ്യൽ മെഷീനിൽ അർദ്ധവൃത്താകൃതിയിൽ കാണപ്പെടുന്ന ഭാഗമാണ് ഇത് ത്രോട്ട് പ്ലേറ്റ് എന്ന് പറയുന്നത്. സ്റ്റിച്ച് ലെങ്ത് നിയന്ത്രിക്കുന്ന മെഷീന്റെ ഭാഗം സ്റ്റിച്ച് റെഗുലേറ്റർ. ഹലോ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. K4 കാറ്റഗറി 4 സൂയിങ് എക്സാമിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ടോപ്പിക്കാണ് ഇത് സൂയിങ് മെഷീൻ. അതുപോലെ സൂയിങ് മെഷീനിലെ പാർട്സുകളും അതിന്റെ ഒരു ഇമ്പോർട്ടൻസും. നമുക്കറിയാം, തയ്യൽ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ഫസ്റ്റ് മനസ്സിലെന്തോ വരിക തയ്യൽ മെഷീൻ. അപ്പൊ തയ്യൽ മെഷീനിലെ പാർട്സുകളും അതുപോലെ അതിന്റെ ഫങ്ഷൻസ് ഒക്കെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ കാറ്റഗറി 4 എക്സാമിന്റെ ഒരു സിലബസോ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പറോ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് അറിയാം, അതിൽ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യനും കൂടിയാണ് തയ്യൽ മെഷീന്റെ ഭാഗങ്ങളും അതിന്റെ ഒരു ഫങ്ഷൻസും. ആ ഒരു ഭാഗത്ത് നിന്ന് ഒരു 3-4 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും ഉണ്ടാവുന്ന എല്ലാ എക്സാമിലും ഉണ്ടാവാറുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സൂയിങ് മെഷീന്റെ പാർട്സുകളും അതിന്റെ ഫങ്ഷൻസും മുന്നേ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇത് ബോബിൻ വൈൻഡറിന്റെ പ്രവർത്തനം. അപ്പൊ നമുക്കറിയാം, മെഷീനിലെ ഒരു ഭാഗമാണ് ഇത് ബോബിൻ വൈൻഡർ എന്ന് പറയുന്നത്. അതിന്റെ ഓപ്ഷൻസ് നോക്കാം. മെഷീൻ ചലിപ്പിക്കുന്നതിന്, അതുപോലെ സ്റ്റിച്ചുകളുടെ വലിപ്പം ക്രമീകരിക്കുന്നതിന്, ബോബിനിൽ നൂൽ ചുറ്റാൻ വേണ്ടിയിട്ട്, ഹെഡിന്റെ പ്രവർത്തനം നിർത്തുന്നതിന്. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? നമ്മുടെ ബോബിനിൽ നൂൽ ചുറ്റാൻ വേണ്ടിയിട്ടാണ് ഇത് ബോബിൻ വൈൻഡറിന്റെ പ്രവർത്തനം പറഞ്ഞു വെച്ചാൽ ബോബിനിൽ നൂൽ ചുറ്റലാണ്. നമുക്കറിയാം, മെഷീൻ ചലിപ്പിക്കുന്നതിനും അതുപോലെ സ്റ്റിച്ചുകളുടെ വലിപ്പം ക്രമീകരിക്കുന്നതിനൊക്കെ വേറെ ഭാഗങ്ങളാണുള്ളത്. അപ്പൊ ബോബിൻ വൈൻഡറിന്റെ പ്രവർത്തനം എന്താന്ന് പറഞ്ഞു വെച്ചാൽ എന്താണ്? ബോബിനിൽ നൂൽ ചുറ്റാൻ വേണ്ടിയിട്ടാണ് ഇത് ബോബിൻ വൈൻഡർ നമ്മൾ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത്? സ്പൂൾ പിന്നിൽ വെച്ചിട്ടുള്ള നൂൽ വലിച്ച് സൂചിയിലേക്ക് വിട്ടുകൊടുക്കുന്ന ഘടകം. നമുക്കറിയാം, സ്പൂൾ പിൻ പറഞ്ഞു വെച്ചാൽ നമ്മൾ ആ നൂലിടുന്ന ആ ഒരു ലെങ്ത്തിൽ ഒരു കോയിൽ, അതാണ് എന്ത്? സ്പൂൾ പിൻ. ആ ഒരു സ്പൂൾ പിന്നിൽ വെച്ചിട്ടുള്ള നൂൽ വലിച്ച് സൂചിയിലേക്ക് വിട്ടുകൊടുക്കുന്ന ഘടകം. അപ്പൊ ആ സ്പൂൾ പിന്നിൽ വെച്ചിട്ടുള്ള നൂല് വലിച്ചിട്ട് സൂചിയിലേക്ക് കറക്റ്റ് ആയിട്ട് ചെന്നാൽ മാത്രമേ നമുക്ക് സ്റ്റിച്ചിങ് പ്രോപ്പർലി നടക്കുള്ളൂ. അപ്പൊ സ്പൂൾ പിന്നിൽ വെച്ചിട്ടുള്ള നൂൽ വലിച്ച് സൂചിയിലേക്ക് വിട്ടുകൊടുക്കുന്ന ഒരു ഘടകം ഏതാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ടെൻഷൻ സ്പ്രിങ്, ഓപ്ഷൻ ബി ടേക്കപ്പ് ലിവർ, ഓപ്ഷൻ സി ടെൻഷൻ ഡിസ്ക്, ഓപ്ഷൻ ഡി ടെൻഷൻ തമ്പ് നെറ്റ്. പിന്നെ ആൻസർ എന്താണ്? ടേക്കപ്പ് ലിവർ ആണ്. ഓപ്ഷൻ ബി ടേക്കപ്പ് ലിവർ ആണ്. ഇപ്പൊ ടേക്കപ്പ് ലിവർ, ടേക്ക് അപ്പ്, അവിടുന്ന് ടേക്ക് ചെയ്യാണ്, അവിടുന്ന് എടുക്കുകയാണ് എന്ത് ചെയ്യുന്നത്? ടേക്കപ്പ് ലിവർ. അപ്പൊ നമുക്ക് ഈ ഒരു ടേമിൽ നിന്ന് നമുക്ക് ആ ഒരു ആൻസർ എടുക്കാൻ സാധിക്കും. അപ്പൊ സ്പൂൾ പിന്നിൽ വെച്ചിട്ടുള്ള നൂല് വലിച്ച് സൂചിയിലേക്ക് വിട്ടുകൊടുക്കേണ്ടത് ഏതാണ്? ടേക്കപ്പ് ലിവർ ആണ്. അപ്പൊ സ്പൂൾ പിന്നിൽ വെച്ചിട്ടുള്ള ആ ഒരു നൂലിനെ സൂചിയിലേക്ക് വലിച്ചു കൊടുക്കുകയാണ്, അപ്പൊ ടേക്കപ്പ് ചെയ്യാണ്. അപ്പൊ ഏതാണ് ഭാഗം? ടേക്കപ്പ് ലിവർ ആണ്. അപ്പൊ സ്പൂൾ പിന്നിൽ വെച്ചിട്ടുള്ള നൂല് സൂചിയിലേക്ക് വലിച്ചു വിട്ടുകൊടുക്കുന്ന ഒരു ഘടകം ഏതാണ്? ടേക്കപ്പ് ലിവർ ആണ്. നെക്സ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് എന്ത്? ബോബിൻ വൈൻഡറിൽ നൂൽ ചുറ്റുമ്പോൾ നൂലിന്റെ ഗതി നിയന്ത്രിക്കുന്നത്. അപ്പൊ നമ്മൾ ബോബിൻ വൈൻഡറിന്റെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി വീണ്ടും ആ ഭാഗത്ത് നിന്ന് ബോബിൻ വൈൻഡറിൽ നമ്മൾ നൂല് ചുറ്റുന്ന സമയത്ത് ആ ഒരു നൂലിന്റെ ഗതി നിയന്ത്രിക്കുന്നത് ഏത് ഭാഗമാണ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ വീൽ ഗൈഡ്, ഓപ്ഷൻ ബി ത്രെഡ് ഗൈഡ്, ഓപ്ഷൻ സി സ്റ്റിച്ച് റെഗുലേറ്റർ, ഓപ്ഷൻ ഡി നീഡിൽ പ്ലേറ്റ്. ഇതിലെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ത്രെഡ് ഗൈഡ് ആണ്. അപ്പൊ ഈ ഒരു ടേമിൽ നമുക്ക് ആൻസർ എടുക്കാം. എങ്ങനെയാണ്? ത്രെഡ് ഗൈഡ്. ത്രെഡ് പറഞ്ഞ നൂല്, അതിനെ ഗൈഡ് ചെയ്യുക. അപ്പൊ നൂലിനെ കറക്റ്റ് ആയിട്ട് ഗൈഡ് ചെയ്യുന്നതാണ് എന്ത്? ത്രെഡ് ഗൈഡ് പറയുന്നത്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ബോബിൻ വൈൻഡറിൽ നൂൽ ചുറ്റുമ്പോൾ നൂലിന്റെ ഗതി നിയന്ത്രിക്കുക. അപ്പൊ ആ നൂലിന്റെ ഒരു ഗതി നിയന്ത്രിക്കുന്നത് എന്താണ്? ആ ത്രെഡ് ഗൈഡ് ആണ് നൂലിന്റെ ഗതി നിയന്ത്രിക്കുന്നത്. അപ്പൊ ഈ ഒരു ഓപ്ഷൻസിൽ നിന്ന് നമുക്ക് ആൻസർ എടുക്കാൻ പറ്റും. അപ്പൊ ബോബിൻ വൈൻഡറിൽ നൂൽ ചുറ്റുമ്പോൾ നൂലിന്റെ ഗതി നിയന്ത്രിക്കുന്നത് എന്താണ്? ത്രെഡ് ഗൈഡ് ആണ് നൂലിന്റെ ഗതി നിയന്ത്രിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 4. തയ്യൽ മെഷീന്റെ പ്രധാന ഭാഗങ്ങൾ. വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. ആ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ നീഡിൽ ബാർ, പ്രസ്സർ ബാർ, തമ്പ് നെറ്റ്. ഓപ്ഷൻ ബി സ്പൂൾ പിന്ന്, ബാലൻസ് വീല്, വീൽ ഗൈഡ്. ഓപ്ഷൻ സി സൈഡ് പ്ലേറ്റ്, ടീത്ത്, ത്രെഡ് ഗൈഡ്. ഓപ്ഷൻ ഡി ഹെഡ്, ആം, ബേസ്, ത്രെഡില്. പിന്നെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഏത്? ഹെഡ്, ആം, ബേസ്, ത്രെഡില്. അപ്പൊ തയ്യൽ മെഷീന്റെ പ്രധാന ഭാഗങ്ങൾ പറഞ്ഞു എന്താണ്? ഹെഡ്, ആം, ബേസ്, ത്രെഡിലാണ് തയ്യൽ മെഷീന്റെ പ്രധാന ഭാഗങ്ങൾ. ബാക്കിയുള്ള ഓപ്ഷൻസ് ഒക്കെ നോക്കുമ്പോൾ നമുക്കറിയാം ഇതൊക്കെ തയ്യൽ മെഷീന്റെ പാർട്സുകളാണ്, ഓരോ ഭാഗങ്ങളാണ്. പക്ഷെ പ്രധാന ഭാഗങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ്? ഹെഡ്, ആം, ബേസ്, ത്രെഡില്. നമുക്കറിയാം ഹെഡ് പറഞ്ഞു വെച്ചാൽ തയ്യൽ മെഷീന്റെ മോൾ ഭാഗം, ആം പറഞ്ഞു വെച്ചാൽ ആ ഒരു നമ്മുടെ സൂചി ആ ഒരു ഭാഗങ്ങളൊക്കെ വരുന്ന ആം,
അതുപോലെ ബേസ് പറഞ്ഞിട്ട് എന്താണ് തയ്യൽ മെഷീന്റെ ആ ഒരു നമ്മൾ തയ്ക്കാൻ വേണ്ടി തുണി വെക്കുന്ന ഒരു ഭാഗമാണ് ഇത് ബേസ്. ട്രെഡിൽ പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ ചവിട്ടണ ആ ഒരു ഭാഗങ്ങളാണ് എന്ത് പറയുന്നത് ട്രെഡിൽ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു 4 ഭാഗങ്ങളാണ് തയ്യൽ മെഷീന്റെ പ്രധാന ഭാഗങ്ങൾ. ഈ ഒരു ഓരോ ഭാഗത്തും ഇപ്പൊ ഹെഡിൽ പല ഭാഗങ്ങൾ വരും, അതുപോലെ ആമിൽ കുറെ ഭാഗങ്ങൾ വരും, ബേസിൽ കുറെ ഭാഗങ്ങൾ, ട്രെഡിൽ കുറെ ഭാഗങ്ങൾ, ഇതിന്റെ സബായിട്ട് കുറെ പാർട്സുകൾ വരും. അപ്പൊ ആ ഒരു പാർട്സുകളാണ് ഇവിടെ മറ്റു ഓപ്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ തയ്യൽ മെഷീന്റെ പ്രധാന ഭാഗങ്ങൾ പറഞ്ഞെന്താണ് ഹെഡ്, ആം, ബേസ്, ട്രെഡില്. ഈ ഒരു ഭാഗത്ത് ഒരു കൺഫ്യൂഷൻ പറയുന്നത് ചില ബുക്കുകളിൽ 3 പാർട്സേ ഉള്ളൂ, ചില ബുക്കുകളിൽ 4 പാർട്സ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ കേട്ടിട്ട് ഒരു ആൻസർ ചെയ്യുന്ന രീതിയിൽ 4 ഭാഗങ്ങളാണ്. ഈ ഒരു 4 ഭാഗങ്ങളാണ് തയ്യൽ മെഷീന്റെ പ്രധാന ഭാഗങ്ങൾ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തയ്യൽ മെഷീന്റെ പ്രധാനപ്പെട്ട എത്ര ഭാഗങ്ങൾ ഉണ്ട് ചോദിച്ചാൽ 4 ആണ്. ഏതൊക്കെയാണ് ഹെഡ്, ആം, ബേസ്, ട്രെഡില്. ഇതാണ് തയ്യൽ മെഷീന്റെ പ്രധാന 4 ഭാഗങ്ങൾ എന്ന് പറയുന്നത്. അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യൻ, മെഷീനിൽ തയ്ക്കുമ്പോൾ തുണിയെ മുന്നോട്ട് നീക്കുന്നത്. ഇപ്പൊ നമ്മൾ മെഷീനിൽ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ആ തുണിയെ മുന്നോട്ട് നീക്കുന്നത് ഏത് ഭാഗമാണെന്നാണ് ചോദ്യം. അപ്പൊ ഓപ്ഷൻ എ എന്താ ഫീഡ് ഡോഗ്, ഓപ്ഷൻ ബി ടെൻഷൻ സ്പ്രിങ്, ഓപ്ഷൻ സി സ്റ്റിച്ച് റെഗുലേറ്റർ, ഓപ്ഷൻ ഡി സ്ലാക്ക് ത്രെഡ് റെഗുലേറ്റർ. ആൻസർ എന്താണ് ഓപ്ഷൻ എ ഫീഡ് ഡോഗ് ആണ്. അപ്പൊ മെഷീൻ നമ്മൾ തയ്ക്കുന്ന സമയത്ത് തുണിയെ മുന്നോട്ട് നീങ്ങുന്നത് എന്താണ് ആ ഫീഡ് ഡോഗ് ആണ്, ആ ഒരു പല്ല് ഭാഗത്ത് ആ ഒരു ഭാഗമാണ്. ഇനി നമുക്കറിയാം ടെൻഷൻ സ്പ്രിങ് പറഞ്ഞാൽ ടെൻഷൻ നിയന്ത്രിക്കുക, അതുപോലെ സ്റ്റിച്ച് റെഗുലേറ്റർ പറഞ്ഞാൽ സ്റ്റിച്ചിന്റെ ആ വലിപ്പം ക്രമീകരിക്കുക, അതുപോലെ ത്രെഡ് റെഗുലേറ്റർ പറഞ്ഞാൽ ആ ത്രെഡിനെ റെഗുലേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ മെഷീനിൽ തയ്ക്കുമ്പോൾ തുണിയെ മുന്നോട്ട് നീക്കുന്ന ഭാഗമാണ് ഇത് ഫീഡ് ഡോഗ് എന്ന് പറയും. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 6, ബോബിൻ കേസിൽ ഇല പോലെ കാണപ്പെടുന്ന ഭാഗം. വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, കൂടുതലായി ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും കൂടിയാണ്. എന്താണ് ഓപ്ഷൻ എ ഹെയർ സ്പ്രിങ്, ഓപ്ഷൻ ബി ഹോൾസ്, ഓപ്ഷൻ സി ലിച്ച്, ഓപ്ഷൻ ഡി ലിച്ച് നെറ്റ്. നമ്മളോട് ശ്രദ്ധിക്കുക, ബോബിൻ കേസിൽ ഇല പോലെ കാണപ്പെടുന്ന ഭാഗമാണ് ഓപ്ഷൻ സി ലിച്ച് ആണ്. അപ്പൊ ബോബിൻ കേസിന്റെ ഭാഗങ്ങളും കൂടി നമ്മൾ പ്രധാനപ്പെട്ട പാർട്സ് എന്ന രീതിയിൽ പഠിക്കണം. അപ്പൊ നമ്മൾ മെഷീന്റെ പാർട്സുകൾ പഠിച്ചു, അതുപോലെ തന്നെ മെഷീനിലുള്ള ഒരു പാർട്സും കൂടിയാണ് ഇത് ബോബിനും ബോബിൻ കേസ് അല്ല. അപ്പൊ അതിന്റെ ഒരു ഭാഗം കൂടി നമ്മൾ പഠിക്കണം. അപ്പൊ ബോബിൻ കേസിൽ ഇല പോലെ കാണപ്പെടുന്ന ഭാഗമാണ് ഇത് ലിച്ച് എന്ന് പറയുന്നത്. ഇവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, അത് ബോബിനും ബോബിൻ കേസുമായി റിലേറ്റ് ചെയ്ത ആ ടേംസുകളാണ്. അപ്പൊ നമുക്ക് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം, എന്നാലും നമുക്ക് ആൻസർ എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ബോബിൻ കേസിൽ ഇല പോലെ കാണപ്പെടുന്ന ഭാഗമാണ് ഇത് ലിച്ച് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 7, തയ്യൽ മെഷീനിൽ അർദ്ധവൃത്താകൃതിയിലുള്ള ഈ ഭാഗത്തിന്റെ പേര്. അപ്പൊ തയ്യൽ മെഷീനിൽ അർദ്ധവൃത്താകൃതിയിൽ കാണപ്പെടുന്ന ഭാഗം ഏതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ടെൻഷൻ ഡിസ്ക്, ഓപ്ഷൻ ബി ത്രോട്ട് പ്ലേറ്റ്, ഓപ്ഷൻ സി ത്രെഡ് ഗൈഡ്, ഓപ്ഷൻ ഡി ഫേസ് പ്ലേറ്റ്. പിന്നെ ആൻസർ എന്താണ് വരുന്നത് ഓപ്ഷൻ ബി ത്രോട്ട് പ്ലേറ്റ് ആണ്. അപ്പോൾ തയ്യൽ മെഷീന്റെ ആ ഒരു ഷേപ്പുകളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. എങ്ങനെ അർദ്ധവൃത്താകൃതിയിലാണോ സ്ക്വയർ ആയിട്ടാണോ ആ ഒരു ഭാഗങ്ങളും കൂടി നമ്മൾ വ്യക്തമായിട്ട് പഠിക്കണം. അപ്പൊ നമുക്കറിയാം ടെൻഷൻ ഡിസ്ക് പറഞ്ഞാൽ ആ ഒരു ടെൻഷൻ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു ഡിസ്ക് ആണ്. ത്രോട്ട് പ്ലേറ്റ് ആണ് അർദ്ധവൃത്താകൃതിയിൽ കാണപ്പെടുന്ന ഒരു ഭാഗം പറയുന്നത്. പിന്നെ ത്രെഡ് ഗൈഡ് പറഞ്ഞാൽ നമ്മൾ ത്രെഡിനെ ഗൈഡ് ചെയ്യുന്ന ഭാഗമാണ് ത്രെഡ് ഗൈഡ്. പിന്നെ ഫേസ് പ്ലേറ്റ്. അപ്പൊ നമുക്ക് ത്രോട്ട് പ്ലേറ്റും ഫേസ് പ്ലേറ്റ് ആണ് ഇതിൽ കൺഫ്യൂഷൻ ഉണ്ട്. അതിൽ ത്രോട്ട് പ്ലേറ്റ് ആണ് എന്ത് അർദ്ധവൃത്താകൃതിയിൽ കാണപ്പെടുന്ന ഭാഗം. തയ്യൽ മെഷീനിൽ അർദ്ധവൃത്താകൃതിയിൽ കാണപ്പെടുന്ന ഭാഗമാണ് ഇത് ത്രോട്ട് പ്ലേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സർക്കാർ സ്കൂളിൽ തയ്യൽ ടീച്ചർ ആവാൻ നിങ്ങൾ തയ്യാറെടുക്കുകയാണോ? അപ്പൊ അതിന്റെ ആദ്യപടിയായിട്ട് നമുക്കറിയാം കേഡറ്റ് കാറ്റഗറി ഫോർ സൂയിങ് എക്സാം നമ്മൾ ക്വാളിഫൈഡ് ആവണം. അപ്പൊ ഈ ഒരു എക്സാം ഈസിയായി ക്രാക്ക് ചെയ്യാൻ വേണ്ടി കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ പുതിയൊരു കോഴ്സാണ് കേഡറ്റ് കാറ്റഗറി ഫോർ സൂയിങ്ങിന്റെ. അപ്പൊ നിങ്ങൾക്കറിയാം ഒരുപാട് ഫീച്ചേഴ്സോട് കൂടിയിട്ടാണ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. എങ്ങനെയാണ് റെക്കോർഡഡ് ക്ലാസ്സുകൾ ഉണ്ട്, ലൈവ് സെക്ഷൻസ് ഉണ്ട്, മോക്ക് ടെസ്റ്റ് ഉണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഉണ്ട്, അതുകൂടാതെ തന്നെ ഗ്രൂപ്പ് ആക്ടിവിറ്റി, അതുപോലെ ഡെയിലി ടോപ്പിക് റിവിഷൻസ് ഉണ്ട്. അതുകൂടാതെ തന്നെ ഫ്രീ ആയിട്ട് ഒരു മെന്റർഷിപ്പും കൂടി അവൈലബിൾ ആണ്. അപ്പൊ ഫ്രീ ഒരു മെന്റർഷിപ്പ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്തൊരു ഡൗട്ട് വന്നാലും ആ മെന്ററിനോട് ചോദിച്ച് നമുക്ക് ആ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്ത് നമുക്ക് നമ്മുടെ പഠനം തടസ്സമില്ലാതെ മുന്നോട്ട് പോകാം. അപ്പൊ ഈ ഒരു കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഇനി സൂയിങ് മെഷീന്റെ പാർട്സുമായിട്ട് റിലേറ്റ് ചെയ്ത് മുന്നേ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ നമ്പർ 8. തയ്യൽ മെഷീനിൽ ഫ്ലൈ വീലിന് മധ്യഭാഗത്തുള്ള സ്ക്രൂവിന്റെ പേര്. അപ്പൊ നമുക്കറിയാം തയ്യൽ മെഷീന് ആ ഒരു ഫ്ലൈ വീല് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ തിരിക്കാൻ ഉപയോഗിക്കും ആ ഒരു വീല്, ആ ഫ്ലൈ വീലിന്റെ മധ്യഭാഗത്തുള്ള ഒരു സ്ക്രൂവിന്റെ പേരെന്താണെന്ന് ചോദിക്കുന്നത്. ഓപ്ഷൻ എ നീഡിൽ ക്ലാമ്പ് സ്ക്രൂ, ഓപ്ഷൻ ബി സ്റ്റോപ്പ് മോഷൻ സ്ക്രൂ, ഓപ്ഷൻ സി ടെൻഷൻ തമ്പ് ഞെട്ട്, ഓപ്ഷൻ ഡി ട്രെഡില്. ഇത് ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി സ്റ്റോപ്പ് മോഷൻ സ്ക്രൂ ആണ്. അപ്പൊ നമ്മൾ തയ്യൽ മെഷീനിൽ ഫ്ലൈ വീലിന്റെ മധ്യഭാഗത്തുള്ള സ്ക്രൂവിന്റെ പേര് എന്താണ്? സ്റ്റോപ്പ് മോഷൻ സ്ക്രൂ. അപ്പൊ സ്റ്റോപ്പ് മോഷൻ സ്ക്രൂ ആണ് നമ്മൾ ആ ഒരു മെഷീൻ നിർത്താൻ വേണ്ടിയിട്ടുള്ളത്. അപ്പൊ തയ്യൽ മെഷീനിലെ
ഫ്ലൈ വീലിന്റെ മധ്യഭാഗത്തുള്ള സ്ക്രൂ ആണ് ഏത്? സ്റ്റോപ്പ് മോഷൻ സ്ക്രൂ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 9. തുണിയിൽ സ്റ്റിച്ച് ബലപ്പെടുത്താൻ സഹായിക്കുന്ന മെഷീൻ ഭാഗം. അപ്പൊ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ആ ഒരു സ്റ്റിച്ച് ബലപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ആ ഒരു ഭാഗം, മെഷീന്റെ ഭാഗം ഏതാണ് ചോദ്യം. ഓപ്ഷൻ എ ബോബിൻ, ഓപ്ഷൻ ബി ഫീഡ് ഡോഗ്, ഓപ്ഷൻ സി നീഡിൽ, ഓപ്ഷൻ ഡി ടേക്കപ്പ് ലിവർ. അപ്പൊ എന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ടേക്കപ്പ് ലിവർ ആണ്. അപ്പൊ നമുക്കറിയാം ബോബിൻ പറഞ്ഞു വെച്ചാൽ നമ്മൾ നൂല് ചുറ്റിയിട്ട് ഇടുന്ന ആ ബോബിൻ കേസും. അതുപോലെ ഫീഡ് ഡോഗ് പറഞ്ഞു വെച്ചാൽ ആ ഒരു പല്ല് പോലത്തെ ഭാഗമാണ് ഇത് ഫീഡ് ഡോഗ് എന്ന് പറയുന്നത്. അതുപോലെ നീഡിൽ പറഞ്ഞാൽ നമുക്കറിയാം സൂചിയാണ്. അപ്പൊ ടേക്കപ്പ് ലിവർ ആണ് ഇതിന്റെ ആൻസർ. തുണിയിൽ സ്റ്റിച്ച് ബലപ്പെടുത്താൻ സഹായിക്കുന്ന ആ മെഷീന്റെ ഭാഗം ഏതാണ്? ടേക്കപ്പ് ലിവർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 10. സ്റ്റിച്ച് ലെങ്ത് നിയന്ത്രിക്കുന്ന മെഷീന്റെ ഭാഗം. നമുക്കറിയാം മെഷീനിൽ സ്റ്റിച്ചിന്റെ പല സൈസിലുണ്ട്. ആ ഒരു സൈസ് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഭാഗം ഏതാണെന്ന് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ സ്റ്റോപ്പ് മോഷൻ സ്ക്രൂ, ഓപ്ഷൻ ബി ടേക്കപ്പ് ലിവർ, ഓപ്ഷൻ സി സ്റ്റിച്ച് റെഗുലേറ്റർ, ഓപ്ഷൻ ഡി ഫീഡ് ഡോഗ്. പിന്നെ ആൻസർ എന്താണ് വരുന്നത്? ഓപ്ഷൻ സി സ്റ്റിച്ച് റെഗുലേറ്റർ ആണ്. നമുക്കറിയാം ഈ ഒരു ടേം തന്നെ മനസ്സിലാവും. സ്റ്റിച്ച് റെഗുലേറ്റ് ചെയ്യുക, സ്റ്റിച്ചിന്റെ ആ ഒരു സൈസ് റെഗുലേറ്റ് ചെയ്യുന്നതാണ് എന്ത്? സ്റ്റിച്ച് റെഗുലേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റിച്ചിന്റെ ലെങ്ത് നിയന്ത്രിക്കുന്ന മെഷീന്റെ ഭാഗമാണ് സ്റ്റിച്ച് റെഗുലേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റോപ്പ് മോഷൻ സ്ക്രൂ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം ആ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ടേക്കപ്പ് ലിവർ ആ നൂലിനെ വലിച്ചു കൊടുക്കുക. അതുപോലെ ഫീഡ് ഡോഗ് ആ ഒരു മെഷീന്റെ ആ ഒരു ടീത്ത് ആണ് ഫീഡ് ഡോഗ് പറയുന്നത്. അപ്പൊ സ്റ്റിച്ച് ലെങ്ത് നിയന്ത്രിക്കുന്ന മെഷീന്റെ ഭാഗം സ്റ്റിച്ച് റെഗുലേറ്റർ. അപ്പൊ സ്റ്റിച്ചിന്റെ ലെങ്ത് സ്റ്റിച്ച് റെഗുലേറ്റർ വെച്ചിട്ടാണ് സ്റ്റിച്ചിന്റെ ലെങ്ത് നിയന്ത്രിക്കുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ നമ്പർ 11. തയ്യൽ മെഷീനിൽ നീഡിൽ ഏത് ഭാഗത്താണ് തങ്ങി നിൽക്കുന്നത്? അപ്പൊ നമുക്കറിയാം തയ്യൽ മെഷീനിൽ സൂചി, ആ സൂചി ഏത് ഭാഗത്താണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ ലൂപ്പർ, ഓപ്ഷൻ ബി പ്രസർ ഫൂട്ട്, ഓപ്ഷൻ സി പ്രസർ ബാർ, ഓപ്ഷൻ ഡി നീഡിൽ ക്ലാമ്പ്. നമുക്ക് ഈസി ആയിട്ട് ആൻസർ എടുക്കാൻ പറ്റും. സൂചി ഏത് ഭാഗത്താണ്? നീഡിൽ ക്ലാമ്പിലാണ്. ഓപ്ഷൻ ഡി നീഡിൽ ക്ലാമ്പിലാണ്. അപ്പൊ സൂചിയായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ടേം ആണ് ഏത്? നീഡിൽ ക്ലാമ്പ്. അപ്പൊ സൂചിനെ തങ്ങി നിൽക്കാൻ സഹായിക്കുന്നത് എന്താണ്? നീഡിൽ ക്ലാമ്പ് ആണ് സൂചിനെ തങ്ങി നിൽക്കാൻ സഹായിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 12. സാധാരണ തയ്യൽ മെഷീനിലെ ഏത് ഭാഗം അഴിച്ചു മാറ്റിയാണ് അനുബന്ധങ്ങൾ ഘടിപ്പിക്കുന്നത്? അപ്പൊ അനുബന്ധങ്ങൾ പറഞ്ഞാൽ നമുക്കറിയാം സ്പെഷ്യൽ അറ്റാച്ച്മെന്റ്സ്. നമ്മൾ പ്രത്യേകമായിട്ട് എന്തെങ്കിലും ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഉപകരണം, അതാണ് എന്ത്? സ്പെഷ്യൽ അറ്റാച്ച്മെന്റ്സ് അല്ലെങ്കിൽ അനുബന്ധങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഓപ്ഷൻ എ പ്രസർ ഫൂട്ട്, ഓപ്ഷൻ ബി ഫീഡ് ഡോഗ്, ഓപ്ഷൻ സി ബോബിൻ വൈൻഡർ, ഓപ്ഷൻ ഡി ത്രോട്ട് പ്ലേറ്റ്. ഏതാണ്? ഓപ്ഷൻ എ പ്രസർ ഫൂട്ട് ആണ്. അപ്പൊ നമുക്കറിയാം പ്രസർ ഫൂട്ട് ഊരി മാറ്റിയിട്ടാണ് നമ്മൾ സ്പെഷ്യൽ അറ്റാച്ച്മെന്റ്സ് എല്ലാം ആഡ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു പ്രവർത്തനം ചെയ്യുന്നത്. നമുക്കറിയാം നമ്മൾ സ്പെഷ്യൽ അറ്റാച്ച്മെന്റ്സ് പഠിച്ചിട്ടുണ്ട്. നമ്മുടെ എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ടോപ്പിക് കൂടിയാണ് സ്പെഷ്യൽ അറ്റാച്ച്മെന്റ്സ്. ഇപ്പൊ റഫ്ലർ എന്തിനാ, ഡാണർ എന്തിനാ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ കുറെ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ സ്പെഷ്യൽ അറ്റാച്ച്മെന്റ്സ് നമ്മൾ മെഷീന്റെ ഏത് ഭാഗം അഴിച്ചു മാറ്റിയിട്ടാണ് വെക്കുകയെന്ന് ചോദിച്ചതാണ്. പ്രസർ ഫൂട്ട് അഴിച്ചു മാറ്റിയിട്ടാണ് നമ്മൾ സ്പെഷ്യൽ അറ്റാച്ച്മെന്റ്സ് ആഡ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ നമ്പർ 13. ബാലൻസ് വീലിന്റെ മറ്റൊരു പേര്. അപ്പൊ ബാലൻസ് വീലിന്റെ മറ്റൊരു പേരാണ് ചോദിക്കുന്നത്. എന്താണ്? ഓപ്ഷൻ എ വീൽ ഗാർഡ്, ഓപ്ഷൻ ബി വീൽ ഗൈഡ്, ഓപ്ഷൻ സി സ്പീഡ് വീല്, ഓപ്ഷൻ ഡി ഫ്ലൈ വീല്. അപ്പൊ ബാലൻസ് വീലിന്റെ മറ്റൊരു പേരാണ് ഓപ്ഷൻ ഡി ഫ്ലൈ വീൽ എന്ന്. നമ്മൾ ബാലൻസ് വീല് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഒപ്പം തന്നെ അതിന്റെ കൂടെ പഠിക്കേണ്ട ടേം കൂടിയാണ് എന്ത്? ഫ്ലൈ വീല്. അപ്പൊ ബാലൻസ് വീൽ അല്ലെങ്കിൽ ഫ്ലൈ വീൽ. അപ്പൊ ബാലൻസ് വീലിന്റെ മറ്റൊരു പേരാണ് ഫ്ലൈ വീൽ. ഇനി തിരിച്ചു ചോദിക്കാം ഫ്ലൈ വീലിന്റെ മറ്റൊരു പേര് എന്താണ്? ബാലൻസ് വീൽ. അപ്പൊ രണ്ട് നെയിമും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 14. സ്റ്റോപ്പ് മോഷൻ സ്ക്രൂവിന്റെ ഡയമീറ്റർ. അപ്പൊ ആ സ്റ്റോപ്പ് മോഷൻ സ്ക്രൂ നമുക്കറിയാം. സ്റ്റോപ്പ് മോഷൻ സ്ക്രൂവിന്റെ ഒരു ഡയമീറ്റർ, അതിന്റെ ഡയമീറ്റർ എത്രയാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ 1 ഇഞ്ച്, ഓപ്ഷൻ ബി 1/2 ഇഞ്ച്, ഓപ്ഷൻ സി 1.5 ഇഞ്ച്, ഓപ്ഷൻ ഡി 2 ഇഞ്ച്. എന്താണ്? ഓപ്ഷൻ സി 1.5 ഇഞ്ചാണ് ഡയമീറ്റർ. സ്റ്റോപ്പ് മോഷൻ സ്ക്രൂവിന്റെ ഡയമീറ്റർ പറയുന്നത് 1.5 ഇഞ്ചാണ്. നമുക്കറിയാം സ്റ്റോപ്പ് മോഷൻ സ്ക്രൂ പറഞ്ഞാൽ ആ വലിയ വീലിന്റെ ഇടയിലുള്ള ആ ഒരു ഇതാണ് സ്റ്റോപ്പ് മോഷൻ സ്ക്രൂ. ആ സ്റ്റോപ്പ് മോഷൻ സ്ക്രൂവിന്റെ ഡയമീറ്റർ എത്രയാണ്? 1.5 ഇഞ്ചാണ് സ്റ്റോപ്പ് മോഷൻ സ്ക്രൂവിന്റെ ഡയമീറ്റർ പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ നമ്പർ 15. ഹെയർ സ്പ്രിങ് ഏത് ഉപകരണത്തിന്റെ ഭാഗമാണ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ നൂല്, ഓപ്ഷൻ ബി മെഷീന്, ഓപ്ഷൻ സി ബോബിൻ കേസ്, ഓപ്ഷൻ ഡി ബോബിൻ എന്ന് പറയുന്നത്. അപ്പൊ ഹെയർ സ്പ്രിങ് ഏത് ഉപകരണത്തിന്റെ ഭാഗമാണെന്നാണ് ചോദ്യം. നമ്മൾ ഓപ്ഷൻസ് നോക്കാം. നൂലിന്റെ ഭാഗമാണോ ഹെയർ സ്പ്രിങ്? അല്ല, നൂലിൽ ഒരിക്കലും അങ്ങനെ വേറൊരു പ്രത്യേകമായിട്ടുള്ള ഒരു ഭാഗങ്ങളൊന്നുമില്ല. നെക്സ്റ്റ് മെഷീന്റെ ഭാഗത്ത് ആവാം, അതുപോലെ ബോബിൻ കേസിന്റെ ഭാഗത്താവാം, ബോബിന്റെ ഭാഗത്താവാം. ബോബിനിൽ പ്രത്യേകിച്ച് നമ്മൾ വേറെ എക്സ്ട്രാ പാർട്സ് ഒന്നും പറഞ്ഞു. ബോബിൻ കേസും അതുപോലെ മെഷീൻസും. അപ്പൊ മെഷീന്റെ ഭാഗത്തല്ല,
ബോബിൻ കേസ്. ഓപ്ഷൻ സി ബോബിൻ കേസിന്റെ ഒരു ഭാഗമാണ് ഇത് ഹെയർ സ്പ്രിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഹെയർ സ്പ്രിംഗ് ഏത് ഉപകരണത്തിന്റെ ഭാഗമാണ് എന്ന് ചോദിച്ചതാണ്. ബോബിൻ കേസിന്റെ ഭാഗമാണ് ഇത് ഹെയർ സ്പ്രിംഗ് എന്ന് പറയുന്നത്. ഒരു കൺഫ്യൂഷൻ, ബോബിനും ബോബിൻ കേസും തമ്മിലൊരു കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ബോബിൻ കേസിന്റെ ഭാഗത്തുള്ള ഒരു ഉപകരണത്തിന്റെ ഭാഗമാണ് ഇത് ഹെയർ സ്പ്രിംഗ്. അപ്പൊ ബോബിൻ കേസ് എന്ന ഉപകരണത്തിന്റെ ഭാഗമാണ് ഹെയർ സ്പ്രിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ സൂയിങ് മെഷീന്റെ പാർട്സുകളും അതുപോലെ തന്നെ ഫംഗ്ഷൻസും വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ടോപ്പിക്കാണ്. അതിൽ കൂടുതലായി ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത്. അപ്പൊ നമ്മൾ അടുത്തൊരു എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്തും എക്സാമിന് പോകുന്ന സമയത്തും ഈ ഒരു ക്വസ്റ്റ്യൻസ് എന്തായാലും നോക്കിയിട്ട് വേണം പോവാൻ. കാരണം ഈ ഒരു ഭാഗത്ത് നിന്ന് എന്തായാലും ഷുവർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ഇതുപോലെയുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്